ഓൺലൈൻ പാപ്പരാസികൾക്കെതിരെ കടുത്ത വിമർശനവുമായി നടൻ സാബുമോൻ അബ്ദുസമദ്. സിനിമാ താരങ്ങളുടെ പിന്നാലെ നടന്ന വീഡിയോ പകർത്തുന്നത് ഓൺലൈൻ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ. തിരിഞ്ഞു നിന്ന് ഇവരുടെ വീഡിയോ എടുത്താൽ മുഖം മറച്ച ഓടിത്തള്ളുമെന്ന് സാബുമോൻ പറഞ്ഞു. സാബുമോൻ പകർത്തിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമ്മളെല്ലാവരും കാണുന്നതാണ് ഓൺലൈൻ മീഡിയകളിൽ സാധാരണ അങ്ങോട്ടാണ് ആക്ടേഴ്സിനാണ് വിഷ്വൽ എടുക്കുന്നത്. പക്ഷേ സാബുമോൻ നേരെ തിരിച്ചായിരുന്നു കഴിഞ്ഞ തവണ ചെയ്തത്. എന്താണ് അങ്ങനെ ചെയ്യാൻ തോന്നിയത്? കാരണം ഈ ആളുകളെയൊക്കെ ഒന്ന് ചിത്രങ്ങളിൽ പകർത്തണമെന്ന് തോന്നിയത്. മുഖമില്ലാതെ അഡ്രസ്സ് ഇല്ലാതെ ഈ കാണിച്ചു കൂട്ടുന്ന തോന്നിയവാസങ്ങൾക്ക് പിറകിൽ ആരാണ് എന്നുള്ളത് അറിയാനുള്ളൊരു താല്പര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. ചിലപ്പോൾ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്ത ആ വീഡിയോ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ പിന്നെ ഉണ്ടാകും. നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും ആരൊക്കെ എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമുക്കിന്ന് ചോദിക്കാമല്ലോ. അങ്ങനെ അതൊന്ന് രേഖപ്പെടുത്താൻ വേണ്ടി ഞാൻ എടുത്തതാണത്. ഒരു പ്രതിഷേധവും കൂടിയായിരുന്നു. അതെ, കാരണം ഇത് കുറേ നാളായിട്ട് ഈ നമ്മളുടെ ഇപ്പം ഈ മുമ്പ് ടെലിവിഷൻ സിനിമയൊക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു പാരലൽ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കുന്നതാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ഈ അഴുക്ക് ആയിപ്പോകുന്നു ഇവർ കാരണം, മനസ്സിലായി. ഇപ്പോൾ അതുപോലെ ഇപ്പോൾ ആക്ടേഴ്സിൻ്റെ കാര്യം നോക്കിയാലും സമാധാനമായിട്ടൊരു സ്ഥലത്തേക്ക് പോകാം എന്നുള്ളൊരു ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായിപ്പോകുന്നു ഇവർ കാരണം. കാര്യം ഒരു വേദിയിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴോ ഒക്കെ മനുഷ്യരാണ്. വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ ഇത് ഷൂട്ട് ചെയ്ത് ഒരു കണ്ടൻ്റാക്കി പിന്നെ സംഭവിച്ചത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് അവരത് മോണിറ്റൈസ് ചെയ്യുന്നുണ്ട്, അവർ അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നിയില്ല. ഒപ്പം തന്നെ ഈ ആംഗിളുകളുടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. പലപ്പോഴും ഒരിക്കലും നേരെ ഇത് പകർത്താറില്ല. ഇവർക്ക് രണ്ട് ആംഗിളേ ഉള്ളൂ. ഒന്ന് ലോ ആംഗിൾ, താഴെ നിന്ന് മുകളിലേക്ക് എടുക്കുക, പിന്നെ ഒന്ന് മുകളിൽ നിന്ന് താഴേക്ക് എടുക്കുക. മനസ്സിലായി? ഈ രണ്ടും ഓക്വേർഡ് ആയിട്ടുള്ള ആംഗിളുകളാണ്. ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആംഗിളുകളുണ്ട്, പക്ഷേ ഇവർ ഉപയോഗിക്കുന്നത് മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അതിനെ അവർ പിന്നെ വിൽപ്പന ചരക്കാക്കി മാറ്റി അവർ വിൽക്കുന്നു. അപ്പോൾ അതിന് പിന്നിൽ ആരാണെന്ന് അറിയണ്ടേ? അപ്പോൾ ഞാനിതിനു മുമ്പും പറഞ്ഞിരുന്നു, ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യാതൊരു സത്യവുമില്ലാത്ത വാർത്തകളൊക്കെ ഹെഡർ മാത്രമേ കാണുള്ളൂ, അതിനകത്ത് വേറെ ഒന്നും കാണില്ല. പക്ഷെ എന്നിട്ട് ആളുകളുടെയൊക്കെ ഫോട്ടോസ് വെച്ചിട്ട് ഭയങ്കര വൃത്തികെട്ട രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കും. അപ്പോൾ ഞാനത് മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു, അത്തരത്തിലുള്ള ആളുകൾ ആക്ച്വലി അന്വേഷിച്ച് ചെന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനെടുത്ത വീഡിയോ അതിനൊരുപാട് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു പലർക്കും. ഒപ്പം തന്നെ ഈ വീഡിയോ എടുത്ത സമയത്ത് അവരുടെ ഒരു റിയാക്ഷൻ നമ്മൾ ശ്രദ്ധിച്ചതാണ്. അതാണ് ഏറ്റവും അത്ഭുതകരമായിട്ട്. അപ്പോൾ അവർക്ക് അതിന് എന്തോ തോന്നുന്നുണ്ട് അവർ ചെയ്യുന്ന ഒരു ക്രൈമാണെന്നുള്ളത്. കാര്യം അല്ലാതെ നമ്മൾ എന്തിനു മുഖം മറയ്ക്കണം? ഒരു ക്യാമറ തിരിയുമ്പോൾ നമ്മൾ മുഖം മറച്ച് ഓടിക്കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിൽ വരുന്നവർ മുഖം മൂടി വെച്ചും പിന്നെ ക്യാമറ തിരിഞ്ഞാൽ ഓടി രക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നവരെ മനുഷ്യരാണ്. അപ്പോൾ കൈൻഡ് ഓഫ് എന്താ പറയുന്നത്, അവർക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും അവരൊരു ക്രൈമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇനിയും ഇത്തരം പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കും. അല്ല, അതങ്ങനല്ല. ഞാൻ കുറേ നാളുകൊണ്ട് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. അത് സ്പോണ്ടേനിയസ്ലി എനിക്ക് എല്ലാവരെയും കൂടെ കൈ കിട്ടി അന്ന്. അവരുടെ ദൗർഭാഗ്യം കൊണ്ടായിരിക്കണം അങ്ങനെ. കാരണം പിന്നെ ഒരു ഫംഗ്ഷന് പോയപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ അതിന് പിന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരാൾ ഒരു കമൻ്റ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, സാബുമോൻ പണ്ട് ഒളിക്യാമറ വെച്ചല്ലേ ഇത് ചെയ്തിരുന്നത്, ഞങ്ങൾ നേരെ വന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ മരപ്പൊട്ടൻ ഇതുവരെ മനസ്സിലായിട്ടില്ല കാൻഡിഡ് ക്യാമറ ഷോയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. എന്തായാലും അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഇത് ഒരു ഓൺലൈൻ പാപ്പരാസി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഒരുപക്ഷെ അത് അങ്ങനെ തന്നെ ആയിരിക്കാം. എന്തായാലും അവർക്കുള്ള ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് സാബുമോൻ നൽകിയിരിക്കുന്നത്.